റിയൽമിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത 5G ഫോണാണ് റിയൽമി X7. ഈ ഫോൺ വരുന്നത് 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. സാംസങ്ങിൻ്റെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഫോണാണ് സാംസങ് M51. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി X7ഉം അതുപോലെ തന്നെ സാംസങ് M51ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7ൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ് M51ൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാംസങ് M51ൽ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസ്പ്ലേ സൈസ് ആണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ റിയൽമി X7ൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് M51ൽ സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ രണ്ട് ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ട് ഫോണുകളിലും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ റിയൽമി X7ൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംസങ് M51ൽ എത്ര ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നു എന്നുള്ള കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫോണിൽ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സാംസങ് M51ൻ്റെ പഞ്ചോൾ ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ റിയൽമി X7ൻ്റെ പഞ്ചോൾ ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ് M51ൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി X7ൽ ഡ്രാഗൺ ട്രെയിലിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. രണ്ടും ഏകദേശം സെയിം ലെവലിൽ വരുന്ന പ്രൊട്ടക്ഷനാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും നല്ല സൺലൈറ്റ് കണ്ടീഷൻസിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ സാംസങ് M51ൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. പിന്നെ സാംസങ് M51ൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്, പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്. റിയൽമി X7ൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് റിയൽമി X7ൻ്റെ ഡിസൈനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൽ കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാംസങ് M51ൽ പക്ക ഒരു ഗ്ലോസി ഡിസൈനാണ് വരുന്നത്. ആ ഒരു ഡിസൈനിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7ൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 176 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോൺ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ്. സാംസങ് M51ൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 213 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോൺ അത്യാവശ്യം വെയിറ്റ് കൂടിയൊരു ഫോണാണ്. പിന്നെ സാംസങ് M51ൻ്റെ തിക്നെസ് വരുന്നത് 9.5 mm ആണ്. റിയൽമി X7ൻ്റെ തിക്നെസ് വരുന്നത് 8.1 mm ആണ്. അപ്പോൾ തിക്നെസ്സും കുറച്ച് കുറവ് റിയൽമി X7ലാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി റിയൽമി X7 ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7ൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറാണ് വരുന്നത്. സാംസങ് M51ൽ സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറിൽ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76ൻ്റെ 2 കോറുകളും പിന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55ൻ്റെ 6 കോറുകളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 730Gയിൽ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 470യുടെ 2 കോറുകളും പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 470യുടെ 6 കോറുകളും വരുന്നുണ്ട്. CPU പെർഫോമൻസും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറിലായിരിക്കും ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി X7 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ തന്നെ GPUയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7 എന്ന ഫോണിൽ മാലി G57 എന്ന GPU ആണ് വരുന്നത്. സാംസങ് M51 എന്ന ഫോണിൽ Adreno 618 എന്ന GPU ആണ് കൊടുത്തിരിക്കുന്നത്. GPUയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി X7 എന്ന ഫോണാണ്. അപ്പോൾ ഗെയിമിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ റിയൽമി X7 ആയിരിക്കും. പിന്നെ റിയൽമി X7ൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് 5G സപ്പോർട്ടാണ്. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംസങ് M51ൽ 5Gയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് 4G സപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 6GB RAM ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷൻസും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം വരുന്നത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാംസങ് M51ൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ റിയൽമി X7ൽ അങ്ങനെയല്ല. ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാംസങ് M51ന് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ റിയൽമി X7ൻ്റെ മറ്റൊരു പ്രശ്നം വരുന്നത് ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ സാംസങ് M51 അങ്ങനെയല്ല. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാംസങ് M51ന് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ സാംസങ് M51ൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് M51ൽ നോക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ഇതുപോലുള്ളൊരു സെക്യൂരിറ്റി റിയൽമി X7 വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമി X7 റിയൽമി UI സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. സാംസങ് M51 One UI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7 പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സും സാംസങ് M51 പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ് M51 നമുക്ക് സോണി IMX 682ൻ്റെ മെയിൻ സെൻസറാണ് കിട്ടുന്നത്. റിയൽമി X7 സാംസങ്ങിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ റിയൽമി X7 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. സാംസങ് M51 12 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി X7 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. സാംസങ് M51 5 മെഗാ പിക്സലിലെ മാക്രോ ലെൻസ് ആണ് വരുന്നത്. പിന്നെ സാംസങ് M51 5 മെഗാ പിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കമ്പാരിസൺ നമ്മൾ നോക്കിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. വലിയൊരു വ്യത്യാസമൊന്നും പറയാനില്ല. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ സാംസങ് M51 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസിൻ്റെ കാര്യത്തിലും സാംസങ് M51 കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിൽ റിയൽമി X7 ആണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ സാംസങ് M51 ഒരു ക്ലിയർ വിന്നറായിട്ട് വരുന്നത് ലോ ലൈറ്റ് കണ്ടീഷൻസിലാണ്. ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് സാംസങ് M51 വളരെ മികച്ച റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാംസങ് M51 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് M51 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. റിയൽമി X7 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി X7 4310 mAh ബാറ്ററിയാണ് വരുന്നത്. സാംസങ് M51 എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ വിന്നറായിട്ട് വരുന്നത് സാംസങ് M51 ആണ്. പിന്നെ റിയൽമി X7 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംസങ് M51 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. രണ്ട് ഫോണുകളിലും ടൈപ്പ് C ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സാംസങ് M51 സെലക്ട് ചെയ്യുക. അതല്ല കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി X7 സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. സാംസങ് M51 ഇതേ വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. പിന്നെ റിയൽമി X7 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. സാംസങ് M51 ഇതേ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ റിയൽമി X7 ആണ് വില കുറച്ച് കുറവ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി X7 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് വെയിറ്റും തിക്നെസ്സും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ വിലയും കുറച്ച് കുറവാണ്. സാംസങ് M51 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.